കുട്ടിക്കാലത്തെ ആ ഒരു നവരാത്രി ഓർമ്മകളൊക്കെ കൊട്ടാരത്തിൽ അതെങ്ങനെയായിരുന്നു? വളരെ നവരാത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഉത്സവം തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു വർഷം കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അന്നും ഇന്നും ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് വെട്ടിമുറിച്ച് നമ്മുടെ മലയാള നാട്ടിന് കന്യാകുമാരി നഷ്ടപ്പെട്ടു. അതിഗംഭീര നഷ്ടമാണ്. ഗംഭീര നഷ്ടം എന്ന് വെച്ചാൽ ഗംഭീര നഷ്ടം. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ഓരോ മയിൽക്കുറ്റിയും ഓരോ മണൽത്തരിയും ഒന്നിലോ ചരിത്രം തന്നെയാണ്, അല്ലെങ്കിൽ ചരിത്രത്തിന് സാക്ഷി നിന്നതാണ്. സംസ്കൃതമായ സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വെച്ചിട്ടിഹ കുമ്പിടുന്നേൻ, പഠിച്ചതൊന്നും മറവാതിരിപ്പാൻ വരപ്രസാദം തരുകൻ്റെ തായേ. നമസ്കാരം. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങൾ 9 ദിനരാത്രങ്ങളിലായി ആഘോഷിക്കുന്ന നവരാത്രിക്കാലം. നവരാത്രിക്കാലം എന്ന് പറയുമ്പോൾ അത് അറിവിൻ്റെയും ഭക്തിയുടെയും കാലം കൂടിയാണ്. പൊതുവെ ഒരു സ്വഭാവമുണ്ടെങ്കിലും നവരാത്രി ആഘോഷം വിവിധ ഇടങ്ങളിൽ വിവിധ തരത്തിലാണ് നടക്കാറുള്ളത്. കേരളത്തിലേക്ക് വന്നാൽ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ കാര്യമെടുത്താൽ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷം എന്ന് പറയുന്നതിന് ഒരു ചരിത്രം തന്നെയുണ്ട്. അതേക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാളാണ് എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് ഉള്ളത്. നമസ്കാരം തമ്പുരാട്ടി. തമ്പുരാട്ടി, ഈ രാജ്യത്തെമ്പാടും നവരാത്രി ആഘോഷം നടക്കുകയാണ്. നവരാത്രിയുടെ ഒരു നിറവിലാണ് രാജ്യം. നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നാൽ, പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വന്നാൽ, തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷം അത് തിരുവനന്തപുരത്തിൻ്റെ മാത്രം ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണല്ലേ? അതെ, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മാത്രമായിട്ടുള്ള വളരെ വലിയ ഒരു ആഘോഷം തന്നെയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാലും നവരാത്രി വിഗ്രഹങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ അവിടം തൊട്ട് ഇവിടെ എത്തുന്ന വഴിയിൽ മുഴുവനും ആഘോഷം തന്നെയാണ്. പക്ഷേ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ്, കോട്ടയ്ക്കകത്ത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് സരസ്വതി ദേവിയെ എഴുന്നള്ളിക്കുന്നപ്പോൾ സരസ്വതി ദേവിക്കൊപ്പം മുന്നൂറ്റി നങ്കയുണ്ട്, ഒപ്പം കുമാരസ്വാമിയുണ്ട്. അവരുടെ ഒരു വരവ് അല്ലേ, ആ ഒരു ഘോഷയാത്ര, അതോടുകൂടി തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷത്തിനങ്ങ് തുടക്കമാവുകയാണ്. ഇത് ഏത് കാലം മുതലാണ് ഇതിൻ്റെ ഒരു ആരംഭം, അതിൻ്റെ ഒരു ചരിത്രം അതൊന്ന് പറയാം. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷിക്കാൻ തുടങ്ങിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസിൻ്റെ കാലം 1700s. അതുവരെ പത്മനാഭപുരത്താണല്ലോ തലസ്ഥാനം. അപ്പോൾ തിരുമനസിന് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്ന അതിയായ മോഹമുണ്ടായിരുന്നു. ശ്രീ പത്മനാഭസ്വാമിയെ നിത്യദർശനം നടത്തണമെങ്കിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനമില്ലെങ്കിൽ അസാധ്യമാണ്. എന്നും പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ വന്ന് തൊഴുതിട്ട് പോകാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നിലോ പല്ലക്കായിരിക്കും, അല്ലെങ്കിൽ കുതിരപ്പുറത്തായിരിക്കും. അപ്പോൾ അത് നടക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് മാറ്റണം എന്ന് ആഗ്രഹിച്ചു. നവരാത്രി ആഘോഷം തിരുമനസിൻ്റെ കാലത്ത് തുടങ്ങി. പക്ഷെ അത് ശരിക്കും ഒരു വലിയ രീതിയിൽ വന്നത് അടുത്ത തിരുമനസിൻ്റെ അനന്തരവനാണ് കാർത്തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്, വിശ്വവിഖ്യാതനായ ധർമ്മരാജാവ്. തിരുമനസിൻ്റെ കാലത്താണ് ഇത് കംപ്ലീറ്റായിട്ട് ഈ നവരാത്രി വിഗ്രഹങ്ങൾ ഇവിടെ വരുന്നത്. ചിട്ടപ്പെടുത്തി ഇന്നത്തെ നിലയിൽ, ഏകദേശം ഇന്നത്തെ നില മുഴുവനും അല്ലെങ്കിലും ഏകദേശമൊക്കെ ഈ നിലയിൽ ആക്കുന്നത് സ്വാതിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്തും. ഈ സരസ്വതി വിഗ്രഹം അതിനും ചില ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ചിലയിടങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും എഴുന്നള്ളിച്ച് ഇവിടെ എത്തുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് തമ്പുരാട്ടി? വളരെ കാലങ്ങൾക്ക് മുമ്പ്, ഉദ്ദേശം 9-ാം നൂറ്റാണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ചിലർ ഈ നൂറ്റാണ്ടിൻ്റെ അവധിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. ബട്ട് എന്തായാലും കൂടുതൽ പേര് മെജോറിറ്റി ഒപ്പീനിയൻ 9-ാം നൂറ്റാണ്ടെന്ന് തന്നെ വയ്ക്കുകയാണ്. അപ്പോൾ ഈ തെക്കൻ ഭാരതത്തിൽ ചേരന്മാരുണ്ടായിരുന്നു. ചേരവംശം, ചോളവംശം, പാണ്ഡ്യൻ, ഇങ്ങനെ പറഞ്ഞ വലിയ വലിയ വംശങ്ങളുണ്ടായിരുന്നു രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ചോളരാജ്യവും ചേരരാജ്യവും തൊട്ടടുത്തടുത്താണ് കിടക്കുന്നത്. അവർക്ക് തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇവരെല്ലാവരും തമ്മിൽ ഇൻ്റർ ഡൈനസ്റ്റിക് വാർസും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഏതായാലും
ആ സമയത്ത് ചോള രാജാവിൻ്റെ സദസ്സിൽ വളരെയധികം പാണ്ഡിത്യമുള്ള ഒരു കവി കമ്പർ എന്ന് പറഞ്ഞൊരു കവി, ബ്രാഹ്മണ കവി, അദ്ദേഹം ഈ സദസ്സിൻ്റെ ഒരു അംഗമായി. വലിയ പാണ്ഡിത്യമാണ്, അതിമനോഹരമായിട്ട് കവിത രചിക്കാനും ഒക്കെ വളരെ കഴിവുമുണ്ട്. ചെറുപ്പമാണ്, എന്തോ ചെറുപ്പത്തിൻ്റെ യൗവനത്തിൻ്റെ ചാബല്യമോ എന്താണെന്നറിയാൻ വയ്യ. ഇത് വായ്മൊഴിയായിട്ട് കേൾക്കുന്ന കഥയാണ്. ചോള രാജാവിൻ്റെ മകൾ രാജകുമാരി ചോളകുലവല്ലി, ചോള രാജ്യത്തെ കുലത്തിൻ്റെ പുഷ്പം എന്നാണ് രാജകുമാരിയുടെ പേര് തന്നെ. അപ്പോൾ ചോളകുലവല്ലി രാജകുമാരിയുമായിട്ട് ഒരു അടുപ്പം കമ്പർക്ക് വരികയും അവർ തമ്മിലൊരു അടുപ്പം ഉണ്ടാവുകയും ഇത് പെട്ടെന്ന് ചോള രാജാവിൻ്റെ ചെവിയിലെത്തുകയും അദ്ദേഹം വളരെ കോപിഷ്ഠനായി. അന്നത്തെ കാലത്ത് ബ്രാഹ്മണരെ ഒന്നും ഒരു പരിധിക്കുള്ളിൽ ശിക്ഷിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് ദേഹോപദ്രവമൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അതൊക്കെ മഹാപാപമായിട്ടാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്തില്ല, അപ്പം തന്നെ സദസ്സിൽ നിന്ന് മാറ്റുകയും നാട് കടത്തി. ചോള രാജ്യത്ത് എങ്ങും ഇവിടെ കാണാൻ ഹി വാസ് എക്സൈൽഡ്, നാട് കടത്തുകയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്നത് ചേര സാമ്രാജ്യം. അപ്പോൾ ചോള സാമ്രാജ്യത്തിൽ നിന്ന് ചേര സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ അന്നത്തെ കുലശേഖര പെരുമാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കുലശേഖര പെരുമാൾ, എല്ലാവരും കുലശേഖര പെരുമാൾ എന്നുള്ള സ്ഥാനപ്പേരാണ്. അപ്പോൾ അന്നത്തെ മഹാരാജാവ് കുലശേഖര പെരുമാൾ അറിഞ്ഞു വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ പല കാര്യങ്ങളും അറിഞ്ഞു. എന്തായാലും അപ്പോൾ ചോളരാജ്യം നാട് കടത്തിയാണെന്ന് പറഞ്ഞു. വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ രാജസദസ്സിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ അഭയം തരാം, അങ്ങ് ഇവിടെ താമസിച്ചോളൂ, കൊട്ടാരത്തിൽ തന്നെ താമസിച്ച് അങ്ങ് സാഹിത്യത്തിന് സേവനം ചെയ്യുക, അങ്ങ് വലിയ കഴിവുള്ള ആളാണല്ലോ, അങ്ങനെ ചെയ്തോളൂ. അങ്ങനെ കമ്പർ അവിടെ തന്നെ കുലശേഖര പെരുമാളുടെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു. അങ്ങനെ കവിതയൊക്കെ എഴുതും. പെട്ടെന്ന് കമ്പർക്ക് തോന്നി ഒരു രാമായണം എഴുതിയല്ല എന്ന് തോന്നി. അങ്ങനെ രാമായണം എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനവും ഒരു ബെനഡിക്ഷനും ഒരു അനുഗ്രഹവുമായിട്ട് അതിനുവേണ്ടി ഒരു വിഗ്രഹം അദ്ദേഹം ഉണ്ടാക്കിച്ചു. പഞ്ചലോഹത്തിൽ ഒരു സരസ്വതി വിഗ്രഹം, 4 കൈയാണ്, ചതുർബാഹുവായിട്ട് ഇരിക്കുന്ന സരസ്വതി വിഗ്രഹമാണ്. വലത്തെ തൃക്കൈയിൽ 4 കൈയാണ്. വലത്തെ തൃക്കൈയിൽ ഒരു ചക്രം, ഇടത്തെ തൃക്കൈയിൽ അമൃതകലശം, താഴത്തെ ഒരു തൃക്കൈയിൽ ചിന്മുദ്ര, മറ്റേ തൃക്കൈയിൽ ഗ്രന്ഥം. അങ്ങനെ 4 ഓരോ തൃക്കൈയിലും ഓരോ ഇതുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സരസ്വതി വിഗ്രഹം, ഇത്രയേ ഉള്ളൂ, ചെറുതൊരു വിഗ്രഹം ഉണ്ടാക്കി ആ വിഗ്രഹത്തിനെ ആരാധിച്ച് അവിടെ ഇരുന്നുകൊണ്ട് രാമായണം എഴുതി. ആ രാമായണമാണ് ഇന്നും വളരെ പ്രസിദ്ധമായിട്ടുള്ള കമ്പരാമായണം. കമ്പർ എഴുതിയ രാമായണം, കമ്പരാമായണം സന്ധിയിൽ വരുമ്പോൾ കമ്പരാമായണം എന്നായി. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്പറുടെ മനസ്സൊക്കെ വലിയ മനസ്സ് മാറ്റമൊക്കെ വന്നു കഴിഞ്ഞു. യൗവനത്തിൻ്റെ ഒരു ഇതൊന്നുമില്ല, ഒരു സന്യാസ രീതിയിലേക്ക്, ഒരു സന്യാസവൃത്തി, ഒരു മുനിവൃത്തിയിലേക്ക് ആയി കഴിഞ്ഞു അപ്പോഴത്തേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോൾ കിട്ടിയ ആത്മീയ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇനി അധികം കാലം അദ്ദേഹത്തിനില്ല. അപ്പോൾ ഈ വിഗ്രഹം വളരെ വിശേഷപ്പെട്ട വിഗ്രഹം, ഈ വിഗ്രഹം സുരക്ഷിതമായിട്ടിരിക്കണമല്ലോ, അദ്ദേഹത്തിന് വേറെ പിൻഗാമികളാരുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മഹാരാജാവ് തിരുമനസിൻ്റെ അടുക്കൽ കുലശേഖര പെരുമാളുടെ അടുക്കൽ ഈ വിഗ്രഹം ഏൽപ്പിച്ച് പറയുന്നു, സമാധിയാവാൻ സമയമാവുന്നു, ഈ വിഗ്രഹം സൂക്ഷിച്ചോണം, അതിനെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോണം എന്ന് പറഞ്ഞ് കുലശേഖര പെരുമാളിനെ ഏൽപ്പിച്ചു. അങ്ങനെ ആ വിഗ്രഹം പെരുമാളുടെ ആയിരുന്നു. അതേ വിഗ്രഹം തന്നെയാണ് ഇന്നിപ്പോൾ നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവി ആ വിഗ്രഹം തന്നെയാണ്. അതിൻ്റെ പകർപ്പോ മാതൃകയോ ഒന്നുമല്ല. കമ്പർ 9-ാം നൂറ്റാണ്ട്, ഇപ്പോൾ എത്ര കാലമായി, നൂറ്റാണ്ട്, എത്ര വിശേഷപ്പെട്ട വിഗ്രഹമാണത്. അപ്പോൾ അത് പാണ്ഡിത്യത്തിനും കലയ്ക്കും ഒക്കെ വളരെ വളരെ ശക്തിമത്തായ ഒരു വിഗ്രഹമാണ് ഈ വിഗ്രഹം. അപ്പോൾ അങ്ങനെ കുടുംബത്തിലേക്ക് വരികയും ചെയ്തു. അപ്പം പലപ്പോഴും ഈ വേണാട് അരശന്മാർ തലസ്ഥാനം മാറി പല സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും പോകുമ്പോഴൊക്കെ ഈ വിഗ്രഹം കൂടെ കൊണ്ടുപോകും. ഒടുക്കം ഫൈനലി മാർത്താണ്ഡവർമ്മ മഹാരാജ തിരുമനസ്സാലത്തേപ്പത്തേക്ക് പത്മനാഭപുരത്തിലേക്ക് സെറ്റിൽ ചെയ്തു. പത്മനാഭപുരം അന്ന് കൽക്കുളം എന്നായിരുന്നു പേര്. കൽക്കുളത്തിനെ
പത്മനാഭസ്വാമിയിലേക്കുള്ള ഒരു അപ്പോൾ അതിയായ ആരാധന കാരണം എല്ലാം പത്മനാഭസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് പലതും ചെയ്യുക. അപ്പോൾ അങ്ങനെ കൽക്കുളം എന്നുള്ള സ്ഥലം മാറ്റി പത്മനാഭപുരം എന്നാക്കി. പത്മനാഭപുരം കൊട്ടാരമായി, കൽക്കുളം കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരമായി. അങ്ങനെ തിരുമനസ് അങ്ങനെ ഇരിക്കുമ്പോൾ തിരുമനസ്സിന് എന്നും പത്മനാഭനെ ആരാധിക്കണം, പത്മനാഭനെ വന്ന് ദർശനം ചെയ്യണം. അത് പറ്റില്ല. പത്മനാഭപുരത്തിൽ നിന്ന് ഇവിടം വരെ എത്തുന്നത് എങ്ങനെയാണ്? അന്നിങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നിലോ കുതിരപ്പുറത്ത് വരണം, അല്ലെങ്കിൽ പല്ലക്കിൽ വരണം, അതൊക്കെ സമയമെടുക്കും. അപ്പോൾ തിരുമനസ് നിശ്ചയിച്ചു പത്മനാഭൻ്റെ അടുക്കൽ, പെരുമാളിൻ്റെ അടുക്കൽ വരണം. അതുകൊണ്ട് തലസ്ഥാനം ഇങ്ങോട്ട് മാറ്റിക്കളയാം, തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റാമെന്ന് അങ്ങനെ നിശ്ചയിച്ചു. കുറേയൊക്കെ മാറ്റി, പക്ഷേ മുഴുവൻ മാറ്റുന്നതിന് മുമ്പ് തന്നെ തിരുമനസ് നാട് നീങ്ങി. തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് നാട് നീങ്ങിയതും. ഒട്ടുമുക്കാലും ഇന്ന് കാണുന്ന ചിട്ടപ്പെടുത്തൽ മുഴുവനും സ്വാതന്ത്ര്യനാളുടെ കാലത്ത് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ അപ്പോൾ ഇങ്ങോട്ടേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ മഹാരാജ തിരുമനസ് കൽപ്പിക്കുകയായിരുന്നു ദേവിയുടെ മുമ്പിൽ പോയി കൈകൂപ്പി നിന്ന്. അപ്പോൾ ദേവിക്ക് കൂടെ കൊണ്ടുവരാത്ത എന്താണെന്ന് എനിക്കറിയാൻ വയ്യ, അതെനിക്കറിഞ്ഞൂടാ. ദേവി എനിക്കൊന്ന് അവിടെ തന്നെ വേണമെന്നുള്ള ഒരു ഇത് കാണിച്ചിരിക്കും. അപ്പോൾ എവിടെ പോയാലും ഞങ്ങളുടെ കുടുംബം എവിടെ പോയാലും നവരാത്രിക്ക് അവിടുത്തെ ഞങ്ങളുടെ ഭവനത്തിൽ എഴുന്നള്ളിച്ച് ഞങ്ങൾ നവരാത്രി ആഘോഷിച്ചോളാം എന്ന്. അങ്ങനെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ തിരുവനന്തപുരത്ത്, പക്ഷേ അതിനിടയ്ക്ക് തന്നെ 1-2 പ്രാവശ്യം മാവേലിക്കരല്ലോ എവിടെയൊക്കെയോ ഞാൻ പെട്ടെന്ന് മറന്നുപോയി, 1-2 സ്ഥലത്ത് നവരാത്രി നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ദേവി അവിടെ എഴുന്നള്ളി. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന പോലെ തന്നെ മാവേലിക്കര വരെ, മാവേലിക്കര എവിടെ 1-2 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്റ്റേറ്റ്സായി, ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് വെട്ടിമുറിച്ച് നമ്മുടെ മലയാള നാട്ടിന് കന്യാകുമാരി നഷ്ടപ്പെട്ടു. അതിഗംഭീര നഷ്ടമാണ്. ഗംഭീര നഷ്ടം എന്ന് വെച്ചാൽ ഗംഭീര നഷ്ടം. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ഓരോ മയിൽക്കുറ്റിയും ഓരോ മണൽത്തരിയും ഒന്നിലോ ചരിത്രം തന്നെയാണ്, അല്ലെങ്കിൽ ചരിത്രത്തിന് സാക്ഷി നിന്നതാണ്. അതെല്ലാം പോയി അതിന് ഓർമ്മകളായിട്ടായി മാറി. എന്നാലും ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് അനുസൃതം അങ്ങനെ തുടർന്ന് വരുന്നു എന്നുള്ളത് ഭഗവാന്മാരുടെയും ഭഗവതിമാരുടെയും അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ അമ്മ വരുന്നുണ്ട്. വളരെ വളരെ ശക്തിമത്തായ ഒരു വിഗ്രഹം തന്നെയാണ് ദേവിയുടെ. വളരെ മനോഹരവുമാണ്, വളരെ ശക്തിമത്വമാണ്. ആ ഒരു എഴുന്നള്ളിപ്പ്, അവിടുന്ന് ഇവിടം വരെ വരുന്ന എഴുന്നള്ളിപ്പ് ഭക്തിയുടെയും ചരിത്രത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ മായാത്ത മങ്ങാത്ത മുദ്രകളായിട്ട് ഇന്നും തുടർന്ന് വരുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പത്മനാഭൻ്റെ നടയിലാണ് എഴുന്നള്ളുന്നത് ദേവി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പത്മനാഭ സഹോദരിയാണ്. ഇതിൽ തന്നെ പറയുന്നുണ്ട് പത്മനാഭ സഹോദരി എന്ന് ദേവി. അപ്പോൾ അങ്ങനെ എല്ലാ 3 ശക്തി സ്വരൂപങ്ങളും ഇവിടെ എത്തുന്നു. അതെന്നും എന്നും ആജീവനാന്തം ആചന്ദ്രതാരങ്ങളിരിക്കുന്നിടത്തോളം കാലം അത് തുടർന്ന് വരയണമേ എന്ന് സരസ്വതി അമ്മൻ്റെക്കലും കുമാരസ്വാമിയിലേക്കലും മുന്നൂറ്റമ്മൻ്റെക്കലും ശ്രീ പത്മനാഭസ്വാമിയോടും ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാട്ടി എപ്പോഴും പറയുമല്ലോ ദേവിയുടെ 9 ഭാവങ്ങൾ, അങ്ങനെയാണല്ലോ നവരാത്രി കാലത്ത് നമ്മൾ പൂജിക്കുന്നതും ഒക്കെ ഓരോ ദിവസവും. പക്ഷേ നമ്മുടെ ഇവിടെ അനന്തപുരിയിൽ പറയുമ്പോൾ അങ്ങനെ വരുന്നില്ലല്ലോ. സങ്കല്പ മാറ്റങ്ങൾ വരുന്നുണ്ട്. സരസ്വതി, ലക്ഷ്മി, ദുർഗ അല്ലെങ്കിൽ പാർവതി, ദുർഗ പാർവതി, അങ്ങനെ 3. പക്ഷെ സ്വാതിരുനാൾ തിരുമനസിൻ്റെ കൃതികളിൽ നോക്കുമ്പോൾ മെയിൻ കൃതി അവിടെ നവരാത്രി മണ്ഡപത്തിൽ മെയിൻ കച്ചേരി നടക്കുമ്പോൾ പാടുന്നത് മുഴുവനും സ്വാതിരുനാളുടെ കൃതികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പാടാറില്ല. അതിൽ ഒരു കൃതി മെയിൻ കീർത്തനമാണ്, അത് ദേവിയെപ്പറ്റി തന്നെയാണ്. അപ്പോൾ 9 കീർത്തനമുണ്ട് ദേവിയെപ്പറ്റി. അതിൽ ആദ്യത്തെ 6 ദിവസത്തെ കീർത്തനവും സരസ്വതി ദേവിയാണ്. ഒടുക്കലത്തെ 3 ദിവസം ദുർഗയായിട്ട് മഹിഷാസുരമർദ്ദിനിയോ അല്ലെങ്കിൽ ദുർഗയായിട്ടോ ആ രീതിയിലാണ് ബാക്കി ഒടുക്കലത്തെ 3 അപ്പോൾ ലക്ഷ്മിയുടെ അവിടെ വരുന്നില്ല. പിന്നെ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ 3 ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയല്ല. ഇപ്പോൾ അവിടെ നവരാത്രി മണ്ഡപത്തിൽ ഇപ്പോൾ പൂജ മുഴുവൻ സരസ്വതി പൂജയാണ് 9 ദിവസവും. എന്നിട്ട് ദേവിക്ക് പൂജിക്കുമ്പോൾ മുമ്പിൽ ഒരു പീഠത്തിൽ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുണ്ട്, ഓലഗ്രന്ഥങ്ങൾ. അത് കൊട്ടാരത്തിലുള്ള ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അത് ഈ സമയത്തെടുത്ത് വെച്ച് പൂജിക്കുകയാണ്. അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ തരണനെല്ലൂർ തന്ത്രിമാർ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിമാരാണ് അവർ പൂജിക്കുന്നത് ഗ്രന്ഥത്തിനാണ്. പൂജാരിയാണ് സരസ്വതി ദേവിക്ക്. അമ്മൂമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സരസ്വതി ദേവി ഏറ്റവും ശക്തിമത്താണെങ്കിൽ ഈ പൂജയ്ക്കൊരു സാക്ഷിയായിട്ടിരിക്കുകയാണ്, ഈ ഗ്രന്ഥപൂജയ്ക്ക് എന്ന് അമ്മൂമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
പക്ഷേ എന്തായാലും വളരെ വളരെ ഒരു ഗംഭീരമായ ഒരു സംഭവം തന്നെയാണ്. കുട്ടിക്കാലത്തെ ആ ഒരു നവരാത്രി ഓർമ്മകളൊക്കെ കൊട്ടാരത്തിൽ അതെങ്ങനെയായിരുന്നു? വളരെ നവരാത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഉത്സവം തന്നെയാണ് ഞങ്ങൾക്ക്. അത് എന്നും വൈകിട്ട് നവരാത്രി മണ്ഡപത്തിൽ പോവും. അവിടെ കച്ചേരി കഴിഞ്ഞിട്ട് അവിടെ ദേവിയെ തൊഴുതിട്ട് അവിടെ ഊണെല്ലാം കഴിക്കും. പിന്നെ വലിയ കൊട്ടാരത്തിലൊക്കെ ഞങ്ങൾ ഓടി നടന്ന് കളിക്കും. ഒരുപാട് സ്ഥലമുണ്ട് കളിക്കാനും ഒക്കെ. ഒരുപാട് കുട്ടികളായിരിക്കുമ്പം ഒരുപാട് അവിടെ ഓടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അതൊരു എന്താ പറയുന്നത്, ഒരു വർഷം കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് അന്നും ഇന്നും. സരസ്വതി അമ്മനെ പറ്റി പറയുമ്പോൾ കൂടെ എഴുന്നള്ളുന്ന മാഗ്നിഫിസൻറ്റ് വെള്ളി കുതിരയുടെ മുകളിൽ എഴുന്നള്ളുന്ന കുമാരസ്വാമി ദേവസേനാ നായകനാണ്. ക്ഷത്രിയർക്ക് യുദ്ധമറയും അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ ഇന്നത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഉണ്ടല്ലോ, അവിടെ തലസ്ഥാനമായിരുന്നപ്പോൾ മഹാരാജാക്കന്മാർക്ക് കുമാരകോലി പോയി വിദ്യ ആരംഭിക്കും. ആയുധമുണ്ട്, ആയുധത്തിൻ്റെ ആരംഭം അമ്പയോ അങ്ങനെ അത് ചെയ്യുമായിരുന്നു. ആയുധം കൊണ്ടുള്ള ആരംഭം. അപ്പോൾ അത് നടത്തിക്കൊണ്ട്, അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ദേവസേനാ നായകനാണ് കുമാരസ്വാമി അല്ലെങ്കിൽ മുരുകൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി എന്ന്. അപ്പോൾ മാഗ്നിഫിസൻറ്റ് വെള്ളിക്കുതിര വെളിയിലേക്ക് എഴുന്നള്ളുന്നത് ഈ നവരാത്രി യാത്രയ്ക്കും ശുചീന്ദ്രത്തൊരു യാത്ര ഉണ്ട്, ഇതിന് മാത്രമാണ് ഈ കുതിര വെളിയിലേക്ക് എഴുന്നള്ളുന്നത്, അല്ലെങ്കിൽ കൊണ്ടുവരാറില്ല. അതുപോലെ തന്നെ ശുചീന്ദ്രത്തിൽ നിന്ന് 350 അംഗ പല്ലക്കിലാണ് എഴുന്നള്ളുന്നത്. അത് കുണ്ടലിനി ശക്തിയായിട്ടും ഇങ്ങനെ പല പല രീതിയിലും ഉള്ള ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് ഇവിടെ എഴുന്നള്ളി കഴിഞ്ഞാൽ, ഇവിടെ വന്ന് സരസ്വതി അമ്മനെ അകത്തേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ആര്യശാലയിലേക്ക് കുമാരസ്വാമി എഴുന്നള്ളിച്ച് ഈ ദിവസം മുഴുവനും അവിടെയാണ്. ചെന്തിട്ടയിലാണ് ദേവി. അപ്പോൾ അവിടെയും ഒരുപാട്. അപ്പോൾ സരസ്വതി അമ്മനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മറ്റേ രണ്ട് ദേവന്മാരെ നമ്മൾ പറയാതിരിക്കാൻ പറ്റുകയില്ല. അത് നവരാത്രി ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായിട്ടിരുന്നത് അമ്മൂമ്മയ്ക്ക് തന്നെയായിരുന്നു, മഹാറാണി സേതു പാർവതിബായി. അമ്മൂമ്മ ശാസ്ത്രീയ സംഗീതത്തിൽ വളരെ നൈപുണ്യമുള്ളതാണ്. പാണ്ഡിത്യം അങ്ങ് അറ്റത്തെ പാണ്ഡിത്യമാണ്. സംഗീതത്തിലും വീണയിലും പണ്ടൊക്കെ 4 മണിക്കൂറും 5 മണിക്കൂറും വീണ വായിക്കും, പ്രാക്ടീസ് ചെയ്യും. അമ്മൂമ്മയെ പഠിപ്പിക്കാൻ വന്ന ആളോടൊക്കെ അമ്മൂമ്മയുടെ ശിഷ്യനായി മാറി. കുമാരസ്വാമി ആര്യശാലയിലും അതുപോലെ തന്നെ 300 ചെന്തിട്ട ക്ഷേത്രത്തിലുമാണല്ലോ ഉണ്ടാവുക നവരാത്രി കാലത്ത്. അവിടെ പോലുണ്ടോ? ഇവിടെ എഴുന്നള്ളി ഇവിടെ തൊഴുന്നുകൊണ്ട് സ്വതേ അങ്ങനെ പോകാറില്ല, പക്ഷേ ചിലപ്പോൾ പോവും, അപൂർവമാണ്. വിഗ്രഹങ്ങളുടെ ആ ഒരു വരവ്, അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ആ ഒരു വരവേൽപ്പ്, അപ്പോൾ വരുന്നൊരു ആഹ്ലാദം, തിരിച്ചു പോകുമ്പോൾ ആ ഒരു നീറ്റൽ, അത് വലിയ വിഷമമാണ്. വലിയ വിഷമം തന്നെ. തിരിച്ചു പോകുമ്പോഴും എല്ലാ ആദരവോടുകൂടി തന്നെ ആണെങ്കിൽ പോലും വലിയൊരു വിഷമം തന്നെ എല്ലാവരുടെ മനസ്സിലും. തിരുവനന്തപുരത്തുകാർ വിശേഷ്യ വളരെ, പ്രത്യേകിച്ചും കോട്ടയ്ക്ക് ആ സൈഡിലൊക്കെ വരുന്നവർക്കൊക്കെ വലിയ സങ്കടം. ഞങ്ങളും തിരിച്ചെഴുന്നള്ള കാണാറില്ല, തൊഴുതിട്ടങ്ങ് പൊക്കളയും. തിരിച്ചെഴുന്നള്ളുമ്പോൾ നമ്മൾ ഓഫീസേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അവിടെ പോയി നിന്ന് കാണാൻ വയ്യ, അതുകൊണ്ട് പോകാറില്ല. ഞങ്ങൾ മാത്രമല്ല, ഇതിനു മുമ്പും അങ്ങനെയാണ്. പതിവില്ല, കീഴ്പ്പതിവില്ല. കോട്ടവാതിൽ കൂടെ അകത്ത് കയറി ആദ്യം നമ്മൾ ദേവിയെ കാണുമല്ലോ ആനപ്പുറത്ത്. ആ മിനിറ്റ് തൊട്ട് ആ ഒരു സന്തോഷം, അതിൻ്റെ കൂടെ മനുഷ്യൻ്റെ മനസ്സ് ചിലപ്പം ചില ഇതുണ്ട്. അപ്പോൾ സന്തോഷമുണ്ടെങ്കിൽ അടുത്ത മിനിറ്റിൽ 1 മിനിറ്റ് കുറഞ്ഞു, 1 മിനിറ്റ് കുറഞ്ഞു, നവരാത്രി തീരാനായിട്ട് 1 മിനിറ്റ് കുറഞ്ഞു എന്നുള്ളൊരു ഇതും കൂടെ. എന്നുവെച്ചാൽ ഇനി 1 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ, അവിടെയാണ് വിഷമം. അതിന് കൊണ്ട് കുറേ കൂടെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് അത്ര തോന്നുമില്ല. ഇത് 1 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമല്ലേ, എന്തെല്ലാം മാറ്റങ്ങൾ. കൊട്ടാരത്തിലെ ആഘോഷങ്ങൾ എങ്ങനെയാണ്? ഞങ്ങളുടെ ആഘോഷം മുഴുവൻ നവരാത്രി മണ്ഡപത്തില്ല, ഇവിടെയല്ല. പിന്നെ മറ്റേ ഇവിടെ ആഘോഷമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ ദുർഗാഷ്ടമിയിലന്ന് വൈകിട്ട് പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വയ്ക്കും. ഇപ്പോൾ ഞങ്ങളാരും പഠിക്കുന്നില്ലല്ലോ. പഠിക്കുന്ന കാലത്ത് എല്ലാ പുസ്തകങ്ങളും അറ്റ്ലീസ്റ്റ് 1, ഇപ്പോൾ സയൻസ് 4 ഉണ്ടെങ്കിൽ 1 എണ്ണമെങ്കിലും വയ്ക്കും. ഹിസ്റ്ററി 1 എണ്ണം, ഇംഗ്ലീഷ് 1 ടെക്സ്റ്റ്, മലയാളം 1, അങ്ങനെ എല്ലാ പുസ്തകങ്ങളും റെപ്രസെൻറ്റേഷൻ വെച്ച്, ജോമെട്രി ബോക്സ്, പേന, പെൻസില് എല്ലാം വെച്ച് പൂജ വയ്ക്കും. ഇപ്പോഴും പൂജ വെപ്പുണ്ട്. ഇപ്പോൾ പഠിത്തമില്ലെങ്കിലും ഇപ്പോഴും ഞാൻ കുറച്ചൊക്കെ എഴുതാറുള്ളതുകൊണ്ട് പുതിയതായിട്ട് എഴുതുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്തായാലും നിശ്ചയമായിട്ടും പേന, പിന്നെ ഭക്തിമഞ്ജരി, ഭഗവത്ഗീത, ഇങ്ങനെ ചിലതെല്ലാം കൂടെ വെച്ച് പൂജ വയ്ക്കും. അങ്ങനെ എല്ലാവർക്കും പൂജ വെപ്പുണ്ട്. പുതിയ കാലത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ ആഘോഷങ്ങളിലും ഒക്കെ.
ഒപ്പം ഈ നവരാത്രി എന്ന് പറയുമ്പോൾ നവരാത്രി എന്ന് പറയുന്ന ആ പഴയ നവരാത്രി കാലവും ഇപ്പോഴത്തെ നവരാത്രി കാലവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തമ്പുരാട്ടിക്ക് എന്താണ് തോന്നുന്നത്? ചിലതൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ ഒക്കുകയില്ല. കാലം നമ്മൾ അവഗണിക്കാൻ പറ്റില്ല. കാലം മാറുന്ന ഒരു നിവൃത്തിയില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന കൂടുതൽ ആളുകളുടെ സന്തോഷം, അവരുൾപ്പെടെ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ആളുകൾ കൂടുതൽ പങ്കാളികളായി മാറുകയാണ്. എത്രയോ പേര് തൊഴാനുമൊക്കെ വരുന്നു. അത് നമുക്ക് സന്തോഷമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ആളുകളിങ്ങനെ കാത്തിരിക്കുകയാണ് അവരെ വരവേൽക്കുന്ന. ഇപ്പോൾ 14 കിലോമീറ്റർ നടക്കാനായിട്ട് ചിലപ്പോൾ 10 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത്. പ്രൊസഷൻ വരുമ്പോൾ ഓരോ സ്ഥലത്തും തട്ട് വെച്ച് ആരാധിച്ച്, അപ്പോൾ അത്രമാത്രം ആളുകൾക്ക് സന്തോഷം, ഭക്തി, വിശ്വാസം, അതെല്ലാം എന്തൊക്കെ ആരും എന്ത് പറഞ്ഞാലും അത് ഒന്ന് കൂടി വരുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് സന്തോഷം തന്നെയാണ്. ഇപ്പോൾ ആരും നവരാത്രി കൊണ്ട് തൊഴാൻ വന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനെയല്ല. ദേവിക്ക് ഭഗവാനും ഒരു ഈശ്വര ചൈതന്യത്തിൻ്റെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം പായസവും ഉണ്ണിയപ്പവും അരവണയുമല്ല. തൊഴാൻ വരുന്ന ആളുകളുടെ ഭക്തി, പൂജിക്കുന്നവരുടെ ശ്രദ്ധ, ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ നിവേദ്യം. ആ നിവേദ്യം ദേവിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് എഴുന്നള്ളുമ്പോൾ ശരിക്കും കിട്ടുന്നുണ്ട്. ദേവിക്ക് ആ തൃപ്പാദത്തിൽ ആ സമർപ്പണ നിവേദ്യമായിട്ടുള്ള ഭക്തി ശരിക്കും വരുന്നുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. കൂടി വരുന്നതേ ഉള്ളൂ. പഴയ കാലത്തെക്കുറിച്ച് അറിവില്ലാത്ത പുതുതലമുറയുണ്ട്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ കൗതുകത്തോടെ കേൾക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ തള്ളിക്കളയും, അത് വേറെ കാര്യം. പക്ഷേ കൗതുകത്തോടെ നോക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി എന്താണ് തമ്പുരാട്ടിക്ക് പറയാനുള്ളത്? ഇപ്പം അവരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അച്ഛനമ്മമാർ, അല്ലെങ്കിൽ അവരെ അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ, അവരെ കാരണവന്മാർ എങ്ങനെയാണ് അവരുടെയൊക്കെ ആദ്യമേ കുട്ടിക്കാലത്തിലെ ഇതിങ്ങനെ ഒരു വലിയ കാര്യമാണ്, ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്, ഇത് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ വേണം എന്നൊക്കെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ആരാധനാക്രമങ്ങൾ, നമ്മുടെ വിശ്വാസധാരകൾ, നമ്മുടെ സംസ്കാരം, ഇതെല്ലാം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് അതിനൊരു വലിയ കാരണം നമ്മുടെ ഉത്സവങ്ങളും നമ്മുടെ ആഘോഷങ്ങളും സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളുമാണ് ഇതിനുള്ള ഒരു വലിയ മൂലകാരണം. നമ്മുടെ ധർമ്മം തന്നെ നിൽക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് അവരെ ബോധവൽക്കരിക്കണം എന്ന് കുട്ടികളിലൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളിലൊക്കെ പറയാം, നിങ്ങൾ എണീക്കുമ്പോൾ അതിപ്പോൾ അപ്പോൾ മാത്രമല്ല, എന്നാണെങ്കിലും വെളുത്തുലസം തിരിഞ്ഞ് ഭൂമി തൊട്ട് കണ്ണി വെച്ച് എണീക്കണേ. നവരാത്രി സമയത്താണെങ്കിൽ രാവിലെ കുളിച്ച് ഒരു ശ്ലോകമെങ്കിലും സംസ്കൃതമായ സരസ്വതീ നിൻ ചരണാരവിന്ദം ശിരസിൽ വെച്ചിട്ടിഹ കുമ്പിടുന്നേൻ പഠിച്ചതൊന്നും മറവാതിരിപ്പാൻ വരപ്രസാദം തരുകൻ്റെ തായേ. അങ്ങനെ ഒരു ശ്ലോകം ജപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന്. പക്ഷേ കുട്ടികളുടെ ഇന്നത്തെ ജീവിത രീതി വേറെ വ്യത്യസ്തമാണ്. പഠിത്തം, ട്യൂഷൻ, ഇതിനൊക്കെക്കാട്ടും വെല്ലുവിളിക്കുന്ന, സമയത്തിനെ മോഷ്ടിക്കുന്ന ഒരു മോഷ്ടാവുണ്ട് വാട്സപ്പ് മാത്രമല്ല, ഇങ്ങനെ എപ്പോൾ നോക്കിയാൽ കുത്തിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ട്, പിന്നെ അതാണ് ഏറ്റവും പ്രശ്നം, അതിലെല്ലാം ഉണ്ട്. അത് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്ന് ഈശ്വരനറിയാം, ഏതെല്ലാം രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റ് കുറയാം. അതും അവരുടെ തലമൂത്തവർ തന്നെ അത് ശ്രദ്ധിച്ചാൽ കുട്ടികൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് വരും. അവർക്കേ ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് വരുമോ? പ്രേക്ഷകരോട് എന്താണ് തമ്പുരാട്ടിക്ക് നവരാത്രി കാലത്ത് പറയാനുള്ളത്? എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്ദേശവും പറയാനില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി ആർക്കും സന്ദേശം കേൾക്കണ്ട. സന്ദേശം 2 ശാഖകളാണ് കേൾക്കേണ്ടത്. ഒന്ന് ഉപദേശം, ഒന്ന് സന്ദേശം. ഇത് രണ്ടും ആളുകൾ കേട്ട് മടുത്തു. അപ്പോൾ ഞാൻ സന്ദേശമൊന്നും പറയുന്നില്ല, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഈശ്വര കൃപ കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ മനസ്സിൽ ആ ചൈതന്യം നിറഞ്ഞ് അവർക്ക് സന്തോഷവും അതിനുപരി സംതൃപ്തി, അതിനുപരി സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളു. ഏതായാലും
അനന്തപുരിയുടെ നവരാത്രി ആഘോഷത്തെക്കുറിച്ച് തമ്പുരാട്ടി ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. ഇനിയും കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. പക്ഷേ തമ്പുരാട്ടി ഇനിയും ശല്യപ്പെടുത്തുന്നില്ല. ഇപ്പോൾ തന്നെ കുറേ നേരമായി. തമ്പുരാട്ടിയുടെ സമയക്കുറവൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാലും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. സന്തോഷം.